ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചേതക്ക് ചാനലിലൂടെ കണ്ടിട്ടുണ്ട്, റിവ്യൂ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്റർ ചേഞ്ചിങ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മുടെ ചേതക്ക് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പം കാണുന്ന ആ ഒരു ചേതക്കുണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ചേതക്ക്, അത് ആ ഒരു കോലത്തിലല്ലായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. എനിക്ക് കിട്ടിയെന്ന് പറയുന്ന ഒരു സ്ക്രാപ്പ്, അതായത് ഒരു ആക്രി പരുവത്തിലായിരുന്നു എനിക്ക് ആ ഒരു വണ്ടി കിട്ടിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ട് പണിഞ്ഞ് വൃത്തിയാക്കിയാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ആ വണ്ടി മാറ്റിയിട്ടുള്ളത്. നമ്മുടെ ബാക്കിൽ വണ്ടി ഇരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചേതക്കിനെ, ഞാൻ ചേതക്കൊന്ന് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഈ ഒരു ചേതക്കിനെ ഈ പരുവമാക്കിയെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എനിക്ക് വണ്ടി കിട്ടുമ്പോൾ വളരെ മോശകരമായിട്ടുള്ളൊരു രീതിയിലിരുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സ്ക്രാപ്പായിരുന്ന വണ്ടി. ആ വണ്ടിയാണ് നമ്മൾ ഈ ഒരു കോലത്തിലേക്ക് ആക്കിയത്. കുറേ എഫേർട്ട് എടുത്ത് വണ്ടി റെഡിയാക്കി എടുത്തതാണ്. ഈ ഒരു വണ്ടി പണിഞ്ഞ ടൈമിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് അന്നത്തെ ആ പരുവവും ഇന്നത്തെ ഈ കാണുന്ന ഈ ലുക്കും, അതായത് അന്നത്തെ ആ ആക്രി വണ്ടി എന്നുള്ള സ്ഥാനത്ത് ഇന്ന് ഈ കാണുന്ന കോലത്തിൽ നമ്മൾ ആക്കിയെടുത്ത്. ആക്രി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്ഷേപിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് RX100ഉം ചേതക്കും എല്ലാം ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഓരോന്ന് ഞാൻ എടുത്ത് പണിഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. കാരണം എനിക്ക് വണ്ടികളോടുള്ള ഒരു താല്പര്യം കൊണ്ട്, കാരണം ഒരു വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള വണ്ടികളാണ്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്, സ്റ്റാർട്ടാക്കിയിട്ട് പോലും ഇല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് സ്റ്റാർട്ടാക്കാതെ വെച്ചിരുന്ന ചേതക്കാണ്, തുരുമ്പിച്ചൊരു പരുവായിരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒന്നേന്ന് പണിഞ്ഞ് വൃത്തിയാക്കിയതാണ്. പിന്നെ ഇന്നത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ എഞ്ചിനകത്ത് നമ്മൾ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. കമ്പനി സീൽഡ് എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും, ഇതുവരെ പൊളിച്ചിട്ടില്ല, അതേ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിനകത്ത് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. ഇത് മഴയും വെയിലും ഒക്കെ കൊണ്ട് വെളിയിരുന്നതിൻ്റെ ഭാഗമായിട്ട് തുരുമ്പിച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചേതക്ക് ഇന്ന് കാണുന്ന ലുക്കിലാക്കിയത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളോട് എല്ലാം എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് വീഡിയോയ്ക്ക് അത് തോന്നിയിട്ടുള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചേതക്കിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ, ഫുള്ളി റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഫുള്ളി വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ആണ്. അതായത് നമ്മുടെ വണ്ടി പണിയുന്ന പല ടൈമിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ. കാരണം പഴയ കോലവും പുതിയ കോലവും കൂടെ ഒന്ന് കാണണം നിങ്ങൾ, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പോവാം.